എല്ലാവർക്കും നമസ്കാരം. പല ആൾക്കാരുടെയും ഒരു ചിന്താധാരണ ഇങ്ങനാണ്. ആശ്രമങ്ങളിലൊക്കെ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവർ, ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാവും അവർക്ക്. പ്രയാസകരമായിട്ടുള്ള എന്തെങ്കിലും ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് അവർ അമ്പലങ്ങളിലൊക്കെ പോകുന്നതും ആശ്രമങ്ങളിലൊക്കെ താമസിക്കുന്നതെന്നും. പല ആൾക്കാരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അവരുടെ ജീവിതത്തിലും എന്തെങ്കിലും പ്രയാസം വരുമ്പം, സാഹചര്യം എല്ലാവരുടെ ജീവിതത്തിലും വരും. ആ സാഹചര്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്കും പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ അമ്പലങ്ങളും ആശ്രമങ്ങളും ഒക്കെയാണ്. അവർ സാഹചര്യം വരുമെന്ന് അവർ മുൻകൂറായി കണ്ടിട്ടുണ്ട്. വരുമ്പം വരാനിരിക്കുന്ന സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഒക്കെ തന്നെ. എന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ടാവാം. ബ്രാഹ്മിയുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെപ്പോഴും ഇങ്ങോട്ടേക്ക് പ്രയാസകരമായുള്ള ആൾക്കാരെ ഒന്നും സ്വീകരിക്കാറില്ല. അതിൻ്റെ ഒരു അടിസ്ഥാനവും, നമ്മൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ളതല്ല ആധ്യാത്മികത. അതാണ് ആദ്യത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പല ആൾക്കാരും ഇതൊരു ജീവനാന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ പശ്ചാത്തലം വരുമ്പം തന്നെ തകരുന്നു. അവിടെ അവർ നിശ്ചിതമായിട്ടുള്ള പരിമിതികളിൽ അവർ ഒതുങ്ങിപ്പോകുന്നു. അതിനാൽ അവർക്ക് ആ പ്രയാസങ്ങളെ മറികടക്കാനായിട്ട് ആത്മീയതയെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ മാനസിക നാടകങ്ങളിൽ കളിക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ തൊട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ലഹരിയാണ്. അത് വല്ലാത്തൊരു ലഹരിയാണ്. അതിൽ നിങ്ങൾക്ക് ഭൗതികപരമായോ ആത്മീയപരമായോ എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. എപ്പോഴും തന്നെ ഞങ്ങൾ ബ്രാഹ്മിയിലേക്ക് ആരെങ്കിലുമൊക്കെ സാധനയ്ക്ക് എടുക്കുമ്പം ആദ്യം തന്നെ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ബ്രാഹ്മി സാധനയിൽ എത്രയോ പേര് എൻക്വയറി നടത്താറുണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്നത് അത്യാവശ്യം സാമ്പത്തികപരമായും ആരോഗ്യമൊക്കെ നന്നായുള്ള ആൾക്കാരെയാണ് കൂടുതലും സാധനയ്ക്ക് എടുക്കുന്നത്. അന്ന് വെച്ചാൽ ജീവിതത്തിൽ ശാരീരപരമായും മാനസികപരമായും ഒരു വ്യക്തി നന്നായിരിക്കുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ കൂടുതൽ കമ്പനത്തെ പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നാഡികൾ വിറയ്ക്കും, നിങ്ങളുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യും, നിങ്ങൾ വേറൊരു ലഹരിയിലായിത്തീരും, നിങ്ങൾ വേറൊരു തിരിച്ചറിവിൻ്റെ പുറത്തായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതിൻ്റെ രസമൊന്ന് വേറെയാണ്. അവിടെ ജീവിതത്തിൽ അത്യാവശ്യമൊക്കെ സെറ്റിലായിരിക്കുന്നവർക്കാണ് ഇതിൻ്റെ ആധ്യാത്മികത ഒരു ആനന്ദമാണ്. അല്ലാതെ അത് പ്രയാസകരമായ ഘട്ടത്തിലേക്ക് എടുത്ത് നിങ്ങൾ ആധ്യാത്മികത അറിഞ്ഞിട്ടില്ല. പലരോടും ഞാൻ പറയാറുണ്ട്, വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് അറിഞ്ഞിട്ടില്ല. പല ആൾക്കാരും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ കാണുന്നത്. എന്നാൽ ആത്മാവിൻ്റെ പരിപാലനം ആണ്. അതുകൊണ്ട് മൈൻഡും ബോഡിയും ഒരു രീതിയിൽ ബാലൻസ് ആവും എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അതിൻ്റെ കൂടുതൽ ഒന്നിലേക്കും പോയിട്ടില്ല. ഇന്ന് ആർക്കാണ് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ വൈബ്രേഷൻ അറിയുന്നത്? ആർക്കാണ് കൂടുതൽ ആ ലഹരി അനുഭവിക്കാൻ പറ്റുന്നത്? ആർക്കും പറ്റില്ല. അവർ മാനസികപരമായുള്ള നാടകത്തിലല്ലേ. അതുകൊണ്ട് ആധ്യാത്മികത അനുഭവിക്കുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആത്മീയപരമായുള്ള ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു തലമാണ്. എപ്പോഴും ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ നമ്മളെല്ലാം ഉപേക്ഷിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങണം. ഭൗതികപരമായൊരു ജീവിതം വേണ്ട, എനിക്കിതിൻ്റെ ആ സൃഷ്ടിയുടെ ഉറവിടത്തിനെ എനിക്കറിയണം, അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇറങ്ങണം. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങണം. ഞാൻ പറയുന്നുണ്ട്, അത്യാവശ്യം സമ്പത്തും ആരോഗ്യമുള്ള സമയത്ത് ആധ്യാത്മികതയിൽ ഇറങ്ങാൻ പറയാറുണ്ട്. നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് പറയാറുണ്ട്. ഇതൊരു കണ്ടെത്തലല്ല, ഇതൊരു ആനന്ദമാണ്. അതിനാൽ പണ്ടൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ബ്രാഹ്മിയുടെ തുടക്ക സമയത്തൊക്കെ തന്നെ നമ്മളും പല ആൾക്കാർക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ വരട്ടെ, അവർ വന്നിട്ട് ഇതിനെ അനുഭവിച്ചറിഞ്ഞിട്ട്, എന്തായാലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തിരിച്ചറിവുണ്ട്. ഇത് തിരിച്ചറിവ് തരും നമുക്ക്. നമുക്ക് ജീവിതത്തിൻ്റെ ഉയർന്ന
ആനന്ദവും ഇതൊക്കെയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. എന്നാൽ അവരുടെ മാനസികപരമായി തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസഘട്ടങ്ങളിലൂടെ അവർ കടന്നു വരുമ്പം അവർക്കൊന്നും ഒരു സമർപ്പണ ഭാവം ഉണ്ടാവില്ല. അവർക്കൊക്കെ തന്നെ അഹംഭാവമേ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്ത് സാധനം കൊടുക്കുമ്പോഴും അവർ എന്ത് കിട്ടും എന്നുള്ള ചിന്തയിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു സ്പർശനം എങ്ങനെയാണ്? എപ്പോഴും ഗുരുകൃപയും ഗുരുവായിട്ട് ചേരാനായിട്ടുള്ള ആ പ്രേമത്തിൻ്റെ മനോഭാവവും ആ മനസ്സും ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഊർജം, രണ്ടെന്ന് പറയുന്ന ശരീരമാണെങ്കിൽ ഒരേ ഊർജമായിക്കൊണ്ട് ക്രമീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ആ ഗുരു അനുഭവിക്കുന്ന, ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ആനന്ദമാണ് അവരും അനുഭവിക്കുന്ന, ആ സ്പന്ദനത്തെയാണ് അവർ അനുഭവിക്കുന്നത്. അപ്പോൾ അതിനാൽ അവരുടെ ജീവിത സാഹചര്യത്തിൽ അവർക്ക് അത്രയും സമർപ്പണം ഒന്നും ഉണ്ടാവണമെന്നില്ല. അവരുടെ സാഹചര്യം അതായിരിക്കും. എന്നാൽ ഒരു വ്യക്തിക്ക് സാഹചര്യം എത്ര മോശമാണെങ്കിലും അവർക്കൊരു സമർപ്പണ ഭാവമുണ്ടെന്നുണ്ടെങ്കിൽ വളരാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പുമാണ്. പക്ഷെ അങ്ങനെ പല ആൾക്കാർക്കും സാധിക്കാറില്ല. അതിനാൽ ബ്രാഹ്മിയിലെ എല്ലാ സാധനകളിലും അത്യാവശ്യം ശരീരപരമായും അതേപോലെ സാമ്പത്തികപരമായൊക്കെ സെറ്റിലായിരിക്കുന്നവരെയാണ് നമ്മൾ എടുക്കാറുള്ളത്. ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക പഠനം പറയുന്നത് ഒരു വ്യക്തിക്ക് 3 മിനിറ്റിൽ കൂടുതൽ ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്നാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ 24 മിനിറ്റും 28 മിനിറ്റ് ടൈം വരെയുള്ളൂ. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പോലും ആൾക്കാർ വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. എന്നാൽ ഗതിസാധനയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലാണെങ്കിലും എന്തെങ്കിലും ബ്രാഹ്മിയിലുള്ള മിക്കവാറുള്ള പ്രോഗ്രാംസിലൊക്കെ തന്നെ നമ്മളാരും ഗിന്നസ് ബുക്കിലേക്ക് വേണ്ടിയൊന്നും ശ്രമം നടത്തുന്നില്ല. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് അത് പറയുന്നുമില്ല. എത്രയോ നേരമാണ് ഈ ശ്വാസഗതിയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. അതാണ് ഗതി എന്ന് പറയുന്നത്. വേറെ ഓരോ തലത്തിലും പ്രാണനെ ക്രമീകരിക്കുകയാണ്. 6 ലെവൽസിലായിട്ട് പ്രാണരീതിയെ ക്രമീകരിച്ചുകൊണ്ടുള്ളൊരു താന്ത്രിക മാർഗമാണത്. അതിലുണ്ടാവുന്ന ഒരു ലഹരിയും അനുഭവത്തിനും ഒക്കെ തന്നെ ആരോഗ്യമില്ലാത്തൊരു ശരീരമാണെങ്കിൽ ഇത് സംഭവിക്കില്ല. അപ്പം നമുക്ക് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കമ്പനമുണ്ടാവും. പക്ഷെ കൂടുതൽ സമയം നമുക്ക് ആ കമ്പനത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ശരീരവും കൂടി പാകപ്പെട്ടാൽ മാത്രം ഇതിൽ നിന്ന് നമുക്ക് ഒഴുകി വരുന്ന ആ എനർജി അതിനെ താങ്ങി നിർത്താനൊരു ശരീരം ഉണ്ടായിരിക്കണം. നട്ടലിന് എത്രത്തോളം ഉറപ്പുണ്ടാവണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇതിൻ്റെ ആ ഒരു ലഹരിയിലേക്ക് കടക്കാൻ പറ്റുന്നത്. ഇതൊരു ലഹരിയാണ്. ബ്രാഹ്മിയിലെ എല്ലാ പ്രോഗ്രാംസും ഒരു ലഹരിയാണ്. ഒരു ആനന്ദ ലഹരിയാണ്. ഒരു എക്സ്പീരിയൻസ് ആണ് പലതും അനുഭവിച്ചറിയുന്നത്. അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു മാനസികാവസ്ഥയിലും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു തലത്തിലും ആരോഗ്യപരമായുള്ള അവസ്ഥയിലൊക്കെ വന്നാലും നിങ്ങൾക്ക് ഈ ലഹരിയിൽ കൂടുതൽ നിൽക്കാൻ പറ്റുള്ളൂ. അതിനാലാണ് പറയുന്നത് ഇതങ്ങനൊരു തലമാണ്, അങ്ങനൊരു മാനമാണെന്നുള്ളത്. എപ്പോഴും മനസ്സിലാക്കുക, ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു തരത്തിലെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ കാണുന്നതല്ല. അതിലൊരു തവണ നിങ്ങൾക്ക് തൊട്ടാലറിയാം ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തേറിയ ഒരു ജീവിതമാണെന്നുള്ളത്. എന്താ ഇവിടുത്തെ ആ മിസ്ട്രിക്കലായിട്ടുള്ള വശങ്ങളെയും ഇവിടെ ആ അവസ്ഥയിൽ ജീവിക്കുന്ന സുഖത്തിനെയും നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റിയുള്ള ഒരു സാഹചര്യവുമായിട്ടായിരിക്കണം എപ്പോഴും വന്നു ചേരാൻ. അതാണ് അതിൻ്റെ അടിസ്ഥാനവും. എപ്പോഴും ശരീരപരമായും സാമ്പത്തികപരമായും ഒക്കെ നന്നായി നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവനറിയാം അവൻ ചക്രവർത്തിയാവും. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിട്ടുന്ന അത്രത്തോളം ഉയർന്ന ഫുൾഫിൽമെൻ്റ് ആണ് കിട്ടുന്നത് സോളിന്. എന്നാൽ സാഹചര്യം മോശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും മനസ്സനുവദിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സമർപ്പണം നടത്താൻ. കർമ്മം ഇങ്ങനെയാണ്, സമർപ്പണം നടത്തിയാലേ ഉണ്ടാവുള്ളൂ. സാഹചര്യം വന്നാൽ അങ്ങനെയുമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ തീരുമാനത്തിനും വളരെ പ്രശസ്തിയുണ്ട്. അതിനായിട്ടാണ് പറയുന്നത്, ഒരു വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കുവാണെങ്കിൽ, ആരോഗ്യപരമായും സാമ്പത്തികപരമായി ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഉണർവിലേക്ക് പോകാൻ സാധിക്കും. അവർക്ക് ഒത്തിരി ഘട്ടങ്ങളിലേക്ക് ആ ലഹരി അനുഭവിച്ചറിയാനും സാധിക്കും. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരാനന്ദമാണ്. അതിനെ മനസ്സിലാക്കണം. അത് പ്രയാസകരമായുള്ള ഘട്ടത്തിലെ മാനസിക നാടകീയമല്ല ഇറങ്ങിത്തിരിക്കാനായിട്ട്.
എല്ലാവർക്കും നമസ്കാരം.